പല ചോദ്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടക്കാനേ പറ്റുന്നുള്ളൂ. അടുത്തു വന്ന് നിൽക്കുമ്പോ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നെന്നുള്ള ചിന്തയാ മനസ്സ് മുഴുവനും. അതിനി എത്ര നാൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റും? അവള് വലുതായി വരിക, അവളുടെ സംശയങ്ങൾക്കും വളർച്ചയുണ്ടാവും. ഒടുവിൽ അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരവില്ലാതെ ആവും. പിന്നെ പറയുന്നതൊന്നും അവളോട്ട് വിശ്വസിക്കുകയില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അത് അവളുടെ ചോദ്യത്തിനുള്ള മറുപടി ആവില്ലല്ലോ മോളെ. നീ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. കാര്യമായിട്ട് പറഞ്ഞതാണോ? അത് പിന്നെ ആഗ്രഹിച്ചെടുത്ത തീരുമാനമൊന്നും അല്ലല്ലോ. സത്യാമ്മയിൽ നിന്നൊന്ന് മാറി നിൽക്കാം, അതേ ആഗ്രഹിച്ചുള്ളൂ. എല്ലാ ഈശ്വരനോട് പറയല്ലാതെ മറ്റെന്ത് വഴി? ഒരു ഭാഗത്ത് നിന്റെ സങ്കടം, മറ്റൊരു ഭാഗത്ത് അച്ഛനെ കാത്തിരിക്കുന്ന സത്യം. എല്ലാം കാണാനും സങ്കടപ്പെടാനും ഞാൻ. ഒന്നോർത്താ നീ പറയുന്നത് തന്നെയാ ശരി. ഒരു തീരുമാനവും ആവാതെ ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാം വിറ്റുപറക്കി എങ്ങോട്ടെങ്കിലും പോകുന്നത് തന്നെയാ. പിന്നെ ഓർക്കും ഓടി ഒളിക്കാനും വേണം ഒരു യോഗം. അതിന് കഴിയാത്തവർക്ക് കണ്ണീര് തന്നെയാ ശരണം. അമ്മേ, അച്ഛനൊരു ഫോട്ടോ ഇട്ടോ? പഴയതായാലും മതി. അമ്മയുടെ കയ്യിൽ ഇല്ലല്ലോ മോളെ. ഷോ, കഷ്ടമായിപ്പോയി. എന്നാ പോട്ടെ, അച്ഛൻ എന്ന് വരും? അതെങ്കിലും പറയാൻ പറ്റുമോ മോളെ? അതിപ്പോ അതെ മോളെ, അത് പിന്നെ അച്ഛൻ ഒരിടത്തെ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അച്ഛന്റെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ട്. അച്ഛനതെല്ലാം ഇട്ടെറിഞ്ഞെങ്കി വന്ന അവരുടെ എല്ലാം പണി പോവൂലേ? അതൊന്നും അല്ല, എന്നെ ഇഷ്ടമല്ല അച്ഛന്. എന്നെ അച്ഛനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരൂലായിരുന്നോ? എല്ലാ കുട്ടികൾക്കും എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചോണ്ടാ അച്ഛന്മാര് വരുന്നേന്നറിയോ? അതൊക്കെ പറയുന്ന കേൾക്കുമ്പോ തന്നെ സങ്കടാവും. എന്തിനാ സങ്കടപ്പെടുന്നത്? സത്യമോക്ക് വേണ്ടി കാശുണ്ടാക്കാനല്ലേ അച്ഛൻ പോയിരിക്കുന്നത്. എനിക്കെന്തിനാ കാശ്? എനിക്ക് കാശൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാ മാത്രം മതി.